മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ചേലക്കര CPIM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന പൊതുയോഗവും നടത്തി. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ചേലക്കര CPIM ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവകക്ഷി മൗനജാഥയും അനുശോചന പൊതുയോഗവും നടത്തി. ചേലക്കര ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും മൗനജാഥയ്ക്ക് ആരംഭം കുറിച്ചു. തുടർന്ന് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുശോചന യോഗവും ചേർന്നു. AC സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. AC അംഗം TN പ്രഭാകരൻ, PA ബാബു, E വേണുഗോപാല മേനോൻ, CPI പ്രതിനിധി P ശ്രീകുമാർ, BJP പ്രതിനിധി പ്രകാശൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധി ഷാജി ആനിത്തോട്ടം, മുസ്ലിം ലീഗ് പ്രതിനിധി PM റഷീദ്, NCP പ്രതിനിധി രവീന്ദ്രൻ, KV സോളമൻ, V സുമീഷ്, കേരള കോൺഗ്രസ് B പ്രതിനിധി ജോർജ് MP, മനോജ് കുമാർ തുടങ്ങിയവർ അനുസ്മരണം അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. കേരളത്തെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയുമായി പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയ പ്രവർത്തകർക്ക് മാത്രമല്ല രാഷ്ട്രീയത്തിന് അതീതമായി VS അച്യുതാനന്ദൻ്റെ നിര്യാണ വാർത്ത, അതേ തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ബാല്യകാലം മുതൽ രാജ്യഭരണം നടക്കുന്ന കാലഘട്ടത്തിലാണ് സഖാവ് VSന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ തൊഴിലാളിയെ സംഘടിപ്പിക്കുമ്പോഴാണ് തല്ലിയാൽ തിരിച്ചു തല്ലണം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് തല്ലിയാൽ കഴിഞ്ഞ 4 മണി മുതൽക്ക് കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ചെറിയ കുട്ടികളും വയസ്സായവരും സമൂഹത്തിലെ നാനാതുറകളിൽപ്പെട്ടിട്ടുള്ള ന്യൂസ് ഡെസ്ക് CCV.